ധന്യ, ബോച്ചയുടെ ഇന്റർവ്യൂ കണ്ടായിരുന്നു? ഇല്ല, ഞാൻ കണ്ടില്ല. കണ്ടില്ല? പുതിയ ലേറ്റസ്റ്റ് ഇന്റർവ്യൂ കണ്ടു. അത് ഇപ്പൊ അത്യാവശ്യം നല്ല ട്രോള്, അതെ, അത്യാവശ്യം നല്ല ട്രോളുകളിലൊക്കെ വരുന്നുണ്ട്. കാരണം ബോച്ചയുടെ പല ഇന്റർവ്യൂകളും വളരെ രസകരമായിട്ടുള്ള ഇന്റർവ്യൂ ആണ്, നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്ന ഇന്റർവ്യൂ ആണ്. പ്രത്യേകിച്ച് ബോച്ചയുടെ സ്വകാര്യ കാര്യങ്ങളൊക്കെ ബോച്ച വളരെ കൃത്യമായി ഡബിൾ മീനിങ്ങിലൂടെ പറയുന്നുള്ളതാണ്. ഇപ്പം ഈ ഇന്റർവ്യൂ തന്നെ ഞാൻ കണ്ടത്, ബോച്ചയോട് ചോദിക്കുന്നുണ്ട് വളരെ ഓപ്പൺ ആണല്ലോ ബോച്ച എന്ന് ചോദിക്കുമ്പോൾ ബോച്ച പറയുന്നത് അത് വളരെ ഓപ്പൺ ആണ്, പക്ഷേ ചില കാര്യങ്ങളൊന്നും ഓപ്പൺ ആക്കി കാണിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇൻ്റർവ്യൂ എടുക്കുമ്പം വളരെ വൈറലായ ഇൻ്റർവ്യൂകളൊക്കെ ആണല്ലോ ബോച്ചയ്ക്കുള്ളത് എന്ന് തോന്നുമ്പോൾ അത് ചിലപ്പോൾ വൈറലായ ഇൻ്റർവ്യൂ ആണ്, ചിലപ്പോൾ അത് വൈറലാവും, ചിലപ്പോൾ അത് വയറ്റിലാവും എന്നൊക്കെ ബോച്ച പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആളുകൾക്കൊരു ബോച്ചയ്ക്ക് പറയുന്നത് ഒരു സുഖം, അത് ഇന്റർവ്യൂ എടുക്കുന്ന ഇന്റർവ്യൂവർക്ക് ഒരു വേറൊരു സുഖം, കേൾക്കുന്ന ആളുകൾക്ക് മറ്റൊരു സുഖം. ഇങ്ങനെ ഒരു സുഖിപ്പിക്കൽ മനുഷ്യനായിട്ട് തോന്നുന്നുണ്ടോ ബോച്ചയെ? ബോച്ചയെ കുറിച്ച് എനിക്ക് കൃത്യമായി പല ഇന്റർവ്യൂസിലും കണ്ടുള്ള പരിചയമുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു മനുഷ്യന് പറ്റും ജീവിതത്തിൽ എന്ന് ഒരു പരിധി വരെ കാണിച്ചു തന്ന മനുഷ്യനാണ് ബോച്ച. അതുകൊണ്ട് തന്നെ ഒരു ഇന്റർവ്യൂ എടുത്ത കൊള്ളാവുന്നുണ്ട്. ഇല്ല, അദ്ദേഹം ഇപ്പോ ഇന്റർവ്യൂ എടുക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ ചെയ്യുന്നില്ലല്ലോ. അദ്ദേഹത്തിന്റെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഇന്റർവ്യൂ ചെയ്യാം. വെറുതെ പോയി 4 റീച്ചിന് വേണ്ടി അദ്ദേഹത്തിന് വായിരിക്കുന്നത് കേട്ട് വരേണ്ട കാര്യമായിരിക്കുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ അത് ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ ബോച്ചയുടെ പല ഇന്റർവ്യൂസും ഞാൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് ആളുകൾ എടുക്കുന്നത് ഡബിൾ മീനിങ്ങിലായിരിക്കും. ആളുകൾ വേറെ പിന്നെ ഇങ്ങേർക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നെന്താ ഇങ്ങനെ സംസാരിക്കും എന്നൊക്കെ പലരും ചോദിക്കും. പക്ഷെ ഞാൻ എടുക്കുന്ന രീതി വളരെ പോസിറ്റീവായിട്ടാണ്. സത്യത്തിൽ ഒരു മനുഷ്യൻ, ഏതാണും പെണ്ണും ഏത് വിഭാഗത്തിൽപ്പെട്ടുള്ളവരും ആഗ്രഹിക്കും സത്യമായി ഒരു കെട്ടുപാടുകളുമില്ലാതെ ഒരു ചങ്ങലയുടെ ബന്ധനങ്ങളും ഇല്ലാതെ തുറന്നു പറയാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്. നിർഭാഗ്യവശാൽ പലർക്കെന്നല്ല 100% ആളുകൾക്കും പലതും മറച്ചു വെച്ചേ പുറത്തു പറയാൻ കഴിയും. ഈ ഇന്റർവ്യൂവിലാണ്, ഇതിനു മുന്നേയുള്ള ഇന്റർവ്യൂവിലാണ് ബോച്ചയോട് ചോദിക്കുന്നുണ്ട്, കാമുകിമാരുണ്ടോ? ബോച്ച വിവാഹിതനാണ്, ബോച്ചയുടെ മകളുടെ വിവാഹവും കഴിഞ്ഞു. ധൈര്യമായി തുറന്നു പറയുന്നുണ്ട്, എനിക്ക് കാമുകിമാരുണ്ട്. ഓരോ സമയത്ത് ഓരോ കാമുകിമാരെ തിരഞ്ഞെടുക്കുന്നതിൽ അങ്ങനെ പ്രത്യേക ക്രൈറ്റീരിയകളൊന്നുമില്ല. നല്ല കാര്യത്തിലൊന്നും ഞാൻ കണക്ക് വെക്കാറില്ല എന്നാണ് ബോച്ച പറയുന്നത്. അപ്പോൾ മാത്രമല്ല, ഡബിൾ മീനിങ്ങിലാണെങ്കിൽ പോലും സമൂഹത്തിൽ എൻ്റെ ഒരു ഇമേജ് നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഞാൻ ബെൻസ് കാറും ഓടി കാറൊക്കെ ഉള്ള വലിയ കോടീശ്വരനാണ്, സ്വർണ്ണക്കടയും മറ്റ് ബിസിനസ്സുകളും ഒക്കെയുള്ള വലിയ കോടീശ്വരനാണ്, എൻ്റെ ഇമേജ് നഷ്ടപ്പെട്ടു പോകുമോ, അതുകൊണ്ട് ഞാൻ വളരെ മാന്യമായി ഞാൻ നല്ലവനാണ് എന്ന ആളുകളുടെ മുന്നിൽ കാണിക്കാനായി ഞാൻ ഇങ്ങനെ ഒതുങ്ങി ചോദിക്കുന്നതിന് മാത്രം ആൻസർ പറഞ്ഞ് വളരെ ഗൗരവപൂർവ്വം ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടേ ഞാൻ സംസാരിക്കാവൂ എന്നുള്ള ഒരു പൊളിച്ചെഴുത്താണ് ബോച്ചയിലൂടെ എനിക്ക് തോന്നിയത്. അതിലൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ സമൂഹത്തിൻ്റെ കാപട്യം ഞാൻ പറയും. അതായത് സമൂഹത്തിൻ്റെ കപട സദാചാരവാദത്തെ തച്ചുടച്ച് കളയുന്നൊരു മനുഷ്യനായിട്ടാണ് ഞാൻ ബോച്ചയെ കാണുന്നത്. കാരണം എല്ലാ മനുഷ്യന്മാരും വന്നിരുന്നു കൊണ്ട് സദാചാര ബോധത്തെ പറ്റി സംസാരിക്കും, ഭയങ്കരമായ സദാചാര ബോധം പറയും. നമ്മൾ ജീവിക്കേണ്ടത് ഇങ്ങനെയാണ്, മറ്റൊരു പെൺകുട്ടി അവൾക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് ഇട്ട് നടന്നാൽ പോലും അവളെ സദാചാരം പഠിപ്പിക്കാൻ വേണ്ടി പോകുന്ന ആളുകളാണ്. അവൾ ഡ്രസ്സ്, ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു കുട്ടി അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ ബലാത്സംഗത്തിനിരയായി. ആ കുട്ടിയെപ്പറ്റി അവിടുത്തെ FIRൽ അവിടുത്തെ പോലീസ് എഴുതി വെച്ചത് അവളുടെ ഡ്രസ്സിങ് രീതിയെക്കുറിച്ചാണ്. അവിടുത്തെ ഹൈക്കോടതി ചോദിച്ചത് നിങ്ങൾക്ക് പ്രാന്താണോ എന്നാണ് ചോദിച്ചത്. നിങ്ങൾ ഏത് തരത്തിലുള്ള പോലീസാണ്, നിങ്ങൾ എന്ത് തോന്നിവാസമാണ് എഴുതി വെച്ചത്? നിർഭയ രാത്രി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ആരോ ചോദിച്ചതാണ്, രാത്രി പെൺകുട്ടികൾ എന്തിനാ പുറത്തിറങ്ങി നടന്നാ ഇങ്ങനെയൊക്കെ സംഭവം? അത് രാത്രി ആണുങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങി നടക്കാമെന്ന ഒരു ധാരണയും ഒരു അവകാശവും ഒരു അധികാരവും ആരും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവരുടെ ഒരു തോന്നിവാസം കൊണ്ട് നടക്കുന്ന കാര്യമല്ലേ. അപ്പോൾ ആ തരത്തിലാണ് നമ്മുടെ ലോകം പോകുന്നത്. അവിടെ നമ്മൾ ഈ പറയുന്ന വളരെ മാന്യത നടിക്കുന്ന, വളരെ സദാചാരബോധം നടിക്കുന്ന ആളുകളെല്ലാം തന്നെ ഒരു പെൺകുട്ടിയെ, മിക്കവാറും ആളുകളെല്ലാം തന്നെ പെൺകുട്ടികളോട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിൽ, അല്ലെങ്കിൽ ഇപ്പം വയസ്സായ ആളുകൾ പോലും ഫേസ്ബുക്കിൽ, ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്, അത്യാവശ്യം പ്രശസ്തമായിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ്, ഇൻ്റർവ്യൂകളൊക്കെ കൊടുക്കുന്ന ഒരു സുപ്രീം കോടതി അഭിഭാഷകയുടെ ഒരു പോസ്റ്റ് കണ്ടു ഞാൻ. രാവിലെ തന്നെ ഇവർ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് വിദേശത്തു നിന്നുള്ള ഒരു കിളവൻ
ഇവർക്ക് എന്താണ് ബെഡിൽ കിടന്നുകൊണ്ട് സുന്ദരമായ ചില ഫോട്ടോസ് അയച്ചതാണ്. ഇവരത് അങ്ങനെ തന്നെ എടുത്ത് ഫേസ്ബുക്കിലിട്ടു. ഈ പുള്ളിയാണെങ്കിൽ ഈ പുള്ളിയുടെ ഫേസ്ബുക്കിൽ കയറി ഞാൻ നോക്കിയപ്പോൾ വളരെ വലിയ പ്രബോധനത്തിൻ്റെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഭയങ്കര സാംസ്കാരികപരമായ കാര്യങ്ങളെ ഒക്കെ പറയുന്ന ഒരു ആളാണ്. അപ്പം ഇതുപോലെയാണ് ഭൂരിഭാഗം ആളുകളുള്ളത്. അവർക്ക് ഈ സദാചാരത്തെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും പറയും. രാത്രി ആയിട്ടുണ്ടെങ്കിൽ മെസ്സഞ്ചറിൽ പോയിട്ട് ഹലോ ഉറങ്ങിയോ, ഏത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നേ എന്ന് ചോദിച്ച് പോകുന്ന ആളുകളാണ്. അങ്ങനെ പോകുന്നതുകൊണ്ട് തെറ്റാന്നല്ല, ആ കുട്ടിക്ക് പ്രശ്നമുള്ളവരെ തെറ്റല്ല. പക്ഷെ അത് ചെയ്യുകയും വേറൊരു ഭാഗത്ത് വന്ന് ഞങ്ങൾ ഇതൊന്നും ചെയ്യുന്നേ ഇല്ല, ഞങ്ങൾ പോകുന്ന പെണ്ണുങ്ങളെ നോക്കാറില്ല, ഞങ്ങളൊന്നും സംസാരിക്കാറില്ല, ഞങ്ങൾക്ക് കാമുകിമാരില്ല. ഈ ബോച്ചയെ ചിലപ്പോൾ കുറ്റം പറയുന്ന ആളുകൾ 10 കാമുകി വേറെ ഉണ്ടാവും. എന്നിട്ട് ഇവൻ എന്ത് ചെയ്യും? അഭിനയിക്കും. ആ ഒരു ബോധത്തെ തച്ചുടച്ചു കളഞ്ഞു ബോച്ചെ. അത് ഈ ഗോപി സുന്ദർ ഈ ഒരുപാട് സ്ത്രീകളുമായിട്ട് പുള്ളിയുടെ വൈബിനനുസരിച്ച്, ഇപ്പോൾ ആ വാക്കാണല്ലോ കൂടുതൽ, പുള്ളിയുടെ വൈബിനനുസരിച്ച് പിന്നെ സെറ്റാവുന്ന സ്ത്രീകളുമായി പുള്ളി പിന്നെ ഇടപഴകാറുണ്ട്. പറ്റിയില്ല എങ്കിൽ അമൃത സുരേഷിനെ പോലെയൊക്കെ അവർ അവരുടേതായ ലോകത്തേക്ക് മാറി സഞ്ചരിക്കാറുണ്ട്. അപ്പോൾ ഒരു ചർച്ചയിൽ ഒരാൾ പറഞ്ഞു കേട്ടതാണ്, ഈ ഗോപി സുന്ദരയൊക്കെ വിമർശിക്കുന്നവരുടെ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ ഒന്നിനെ വച്ച് ഇങ്ങനെ തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ നീ 4-5 എണ്ണമൊക്കെ ആയിട്ട് ഒരു പ്രശ്നവുമില്ലാതെ സുഖിച്ചിങ്ങനെ നടക്കുന്നു. അങ്ങനെ ഇപ്പൊ നീ സുഖിക്കണ്ട, എന്റെ ഫ്രസ്ട്രേഷൻ ഞാനൊന്ന് കമന്റിലെങ്കിലും തീർത്തോട്ട് പോട്ടെ എന്നുള്ളതാണ് പച്ച പരമാർത്ഥം. ഇതാണ് സത്യം. ഇതാണ് ശരാശരി മലയാളിയുടെ എന്താണ് കമന്റ് ബോക്സിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. നമുക്കിപ്പോൾ ഒരാളോട് സത്യത്തിൽ സ്വാതന്ത്ര്യത്തോടെ, മറ്റൊരാളും അനുവദിക്കാത്ത സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയണമെന്നുള്ളതാണ് ഏതൊരാളിൻ്റെയും ജീവിതാഭിലാഷം എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം ഒരുപാട് സ്വാതന്ത്ര്യമില്ലായ്മ ഈ പ്രായത്തിലും ഈ കാലത്തും അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. ഈവൻ എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്കൊന്ന് മുടി വെട്ടണമെന്ന് തോന്നിയാലോ, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് മുടിയിലൊന്ന് കളർ ചെയ്യണമെന്ന് തോന്നിയാലോ, ഞാനൊരു 10 പേരുടെ അഭിപ്രായം ചോദിക്കണം, അനുവാദം വാങ്ങണം. എന്തിനതിന് നിൽക്കുന്നു എന്ന് കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർ ചോദിച്ചാൽ, അങ്ങനെയല്ലെങ്കിൽ എനിക്ക് കുടുംബത്തേക്കൊന്നും കയറാൻ പറ്റില്ല. അതാണ് അവസ്ഥ. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ എല്ലാം മോശം വിളിച്ച് പറയുന്നതെന്നല്ല ഞാൻ പറയുന്നത്. കാര്യങ്ങളെ കൃത്യമായി പറയേണ്ട, എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ, അത് ശരിയോ തെറ്റോ അത് ചിന്തിക്കേണ്ട നിങ്ങളാണ്. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറയുന്നു. കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നിയാൽ നിങ്ങളത് കേൾക്കണ്ട. ആ നിലപാടാണ് ബോച്ചെ സ്വീകരിക്കുന്നത്. കപട സദാചാരം ഇല്ല. നാട്ടുകാർ കേട്ടാൽ എന്ത് തോന്നും, നാട്ടുകാർ കണ്ടാൽ എന്ത് തോന്നും, കല്യാണം കഴിഞ്ഞൊരു ഭാര്യയായി ഇനി ഞാൻ ഇങ്ങനെ നടന്നാൽ നാട്ടുകാർ എന്ത് വിചാരിക്കും, നമ്മൾ സ്വയം ചോദിക്കും, നാട്ടുകാരാണോ എനിക്ക് ചെലവിന് തരുന്നത്, ഞാൻ കഷ്ടപ്പെട്ടിട്ടല്ലേ ഞാൻ ജീവിക്കുന്നത്. പക്ഷെ അപ്പോഴും ചിന്ത, നാട്ടുകാർക്ക് നമ്മൾ ഗുഡ് സർട്ടിഫിക്കറ്റ് അവരെ നിന്ന് വാങ്ങണമല്ലോ. കാരണം ആ സർട്ടിഫിക്കറ്റും കൊണ്ടാണല്ലോ നമ്മൾ 6 അടി മണ്ണിൽ നിന്ന് തിരിച്ച് മേളിലോട്ട് പോകുന്നത്. അപ്പം നാട്ടുകാരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് ജീവിക്കുന്നവരാണ് എന്നെപ്പോലെയുള്ള കുറേ ആളുകൾ, ഞാൻ എന്നെയും കൂടെ അതിൽ ചേർക്കുകയാണ്. പക്ഷേ ബോച്ചയെപ്പോലുള്ളവർക്ക് നാട്ടുകാരെന്ത് തേങ്ങ പറഞ്ഞാലും അതൊക്കെ നിൻ്റെയൊക്കെ കയ്യിലിരിക്കട്ടെ, ഞങ്ങളുടെ വിഷയമല്ല, എൻ്റെ വിഷയമല്ല. എനിക്ക് കാമുകിമാരുണ്ടെങ്കിൽ കാമുകിമാരുണ്ടെന്ന് പറയും. ഞാൻ ഒരാളെ കൂടെ ബെറ്റ് ഷെയർ ചെയ്തെങ്കിൽ ഷെയർ ചെയ്തെന്ന് തന്നെ പറയും. ഞാൻ ഒരാൾക്ക് വയറ്റിലുണ്ടാക്കിയെങ്കിൽ ഉണ്ടാക്കിയെന്ന് തന്നെ പറയും. അതിലൊന്നും എനിക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമോ മടിച്ചു നിൽക്കേണ്ട കാര്യവുമില്ല. ആ ഒരു രീതിയോട് പലപ്പോഴും യോജിച്ച് നിൽക്കാനാണ് എനിക്ക് തോന്നുന്നത്. അതൊരു സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം ബോച്ചെ 100-ൽ 110% അനുഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു അസൂയയും കൂടി പലപ്പോഴും എനിക്ക് അദ്ദേഹത്തോട് തോന്നിയിട്ടുണ്ട്. തീർച്ചയായും ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാത്ത കാലത്തോളം, റേപ്പ് ചെയ്യാത്ത കാലത്തോളം, ഫോഴ്സ് ചെയ്യാത്ത കാലത്തോളം ഇതൊന്നും ഒരു പ്രശ്നവുമല്ല. ഇതൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക.